കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദേശീയ സുരക്ഷാ ഏജൻസിയുടെയും വലിയ വീഴ്ചയാണ് പെഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന്റെ കാരണം. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനമാണ് നരേന്ദ്രമോദിയും കൂട്ടരും നേരിടുന്നത്. വലിയ സുരക്ഷാ വീഴ്ചയാണ് പെഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് സമ്മതിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. ഇതിന്റെ പേരിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് നരേന്ദ്രമോദി അറിയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏവർക്കും വലിയ അത്ഭുതമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞിട്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. മറിച്ച് ബീഹാറിൽ പോയി ട്രെയിനിന് പച്ചക്കൊടി വീശുകയും അവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ തീവ്രവാദികളുടെ തലമണ്ട പൊട്ടിക്കും എന്ന് വിചിത്രമായ ഭാഷയിൽ സംസാരിക്കുകയുമാണ് മോദി ചെയ്തത്. ഇതിനെ തുടർന്നുള്ള മോദിയുടെ ഇനാക്ഷന് എതിരെ വലിയ വിമർശനമാണ് രാജ്യത്ത് ഉയരുന്നത്. അത് മാത്രവുമല്ല, നരേന്ദ്രമോദിയുടെ കീഴിൽ ഹിന്ദുക്കൾക്ക് സുരക്ഷയില്ല എന്ന് പറയാൻ വരെ BJPയുടെ MP-മാർ വരെ തയ്യാറായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്ഫോടനാത്മകമാണ് സ്ഥിതി എന്ന് ഊഹിക്കാമല്ലോ. ഇന്ത്യയിലെ ജനങ്ങളിൽ വർഗീയ വിദ്വേഷം മാത്രം കുത്തിനിറയ്ക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന, വാക്കുകൾ സംസാരിക്കുക മാത്രം ചെയ്യുന്ന BJP MP നിഷികാന്ത് ദുബെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ചെയ്ത ഈ ട്വീറ്റ് കണ്ടോ? അയാൾ ആദ്യം എഴുതിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ കലമായെ കളിയാക്കിക്കൊണ്ടാണ്. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ കലമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം എപ്പോഴാണ് അത് ആവശ്യം വരുന്നത് എന്ന് അറിയില്ല എന്ന്. അതായത് മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് സുരക്ഷയില്ല, സുരക്ഷ വേണമെങ്കിൽ കലമ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ്. തീർച്ചയായും മോദിയുടെ കഴിവുകേടിനെ വിമർശിക്കുകയാണല്ലോ ഈ ട്വീറ്റിലൂടെ അയാൾ ചെയ്യുന്നത്. കാരണം രാജ്യത്തെ ഹിന്ദുക്കൾക്ക് മോദി ഭരണത്തിന് കീഴിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി കലമ ചൊല്ലേണ്ട അവസ്ഥയാണെങ്കിൽ മോദിയുടെ ഭരണം ഹിന്ദുക്കൾക്ക് അപകടകരമാണ്, ഹിന്ദുക്കൾ അപകടത്തിലാണ് മോദി ഭരണത്തിന് കീഴിൽ എന്നാണല്ലോ അർത്ഥമാകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ആവണം നരേന്ദ്രമോദി രാജിവെക്കാൻ തയ്യാറായത്. ഏതാനും നിമിഷം മുൻപ് ട്വിറ്ററിലൂടെയാണ് നരേന്ദ്രമോദി ഇത് അറിയിച്ചത്. തന്റെ ഗവൺമെന്റിന്റെ കഴിവുകേട് തുറന്നു സമ്മതിക്കുകയും തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്നും ഈ ട്വീറ്റിലൂടെ മോദി വ്യക്തമാക്കുകയാണ്. മോദി എഴുതിയത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് ഇപ്പോൾ ശക്തമായ ഒരു ഗവൺമെന്റിനെ ആവശ്യമാണ്. മോദി ഇതിൽ പ്രശ്നമല്ല. എനിക്ക് ഈ പണി നിർത്തി ഒരു ചായക്കട തുടങ്ങാൻ സാധിക്കും. പക്ഷേ രാജ്യം ഇനിയും ഈ ദുർഭരണത്തിന്റെ കീഴിൽ സഹിക്കാൻ പാടില്ല. വളരെ അത്ഭുതം തോന്നുന്ന കാര്യമാണ് മോദിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വൈകിയ വേളയിലെങ്കിലും രാജ്യത്തിന് ഇതുപോലെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിലെങ്കിലും മോദി സ്വയം മനസ്സിലാക്കാൻ തയ്യാറായത് വളരെ വലിയ കാര്യമാണ് എന്ന് സമ്മതിച്ചേ മതിയാവും. ഇന്ത്യക്ക് ശക്തമായ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ആവശ്യമാണെന്ന് മോദി തുറന്ന് സമ്മതിക്കുന്നു. മോദി എന്നത് കാര്യമുള്ള കാര്യമല്ല എന്ന്. അതിനാൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ചായക്കട തുറക്കാൻ തയ്യാറായിരിക്കുകയാണ് മോദി. വളരെ വൈകിയാണെങ്കിലും മോദിക്കുണ്ടായ ഈ തിരിച്ചറിവിൽ മോദിയെ അഭിനന്ദിക്കാൻ ഞാൻ മടിക്കുന്നില്ല. ഇപ്പോഴെങ്കിലും താങ്കൾ തിരിച്ചറിഞ്ഞല്ലോ രാജ്യത്തെ നയിക്കാൻ യാതൊരു പ്രാപ്തിയും ഇല്ലാത്തവനാണ് താനെന്ന്. വലിയ മനസ്സുള്ളവർക്കേ സ്വന്തം കഴിവുകേടുകളും തെറ്റും അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. മോദിക്ക് തിരിച്ചറിവ് ഉണ്ടായല്ലോ എന്ന് വളരെ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പല ആളുകളും മോദിയുടെ ഈ ട്വീറ്റ് ഷെയർ ചെയ്തപ്പോൾ മോദി ഇപ്പോൾ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ തെറ്റുപറ്റി സുഹൃത്തുക്കളെ. മോദിയുടെ കഴിവില്ലായ്മ മൂലം രാജ്യം വലിയ പ്രതിസന്ധി നേരിടുകയും ഇപ്പോൾ കൂനിന്മേൽ കുരു എന്നതുപോലെ വലിയ തീവ്രവാദ ആക്രമണം നേരിടുകയും ചെയ്ത സമയമായതുകൊണ്ട് ഈ ട്വീറ്റ് ചെയ്ത ഡേറ്റ് ശ്രദ്ധിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഇത് ഈ സമയത്ത് ചെയ്ത ട്വീറ്റല്ല. ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2014 ഏപ്രിൽ 29 മോദി ഈ ട്വീറ്റ് ചെയ്തത്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ എല്ലാ രംഗങ്ങളിലും കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദി രാജ്യം ഇനിയും സഹിക്കാൻ പാടില്ല, രാജ്യത്തിന് ശക്തമായ ഒരു ഗവൺമെന്റ് വേണമെന്ന് ട്വീറ്റ് ചെയ്തത്. ഞാൻ വളരെയേറെ പ്രത്യാശിച്ചു. പക്ഷേ വലിയ മോഹഭംഗമാണ് ഇതിന്റെ ഡേറ്റ് കണ്ടപ്പോൾ ഉണ്ടായത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മോദി പ്രധാനമന്ത്രിയാവുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ
ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ധൈര്യപ്പെടുകയില്ല എന്ന് പറഞ്ഞത്. ബിസിനസ് സ്റ്റാൻഡേർഡിലെ 2014 ഏപ്രിൽ 23 ഈ വാർത്തയിൽ അമിത്ഷാ ഇങ്ങനെ പറഞ്ഞത് വ്യക്തമായി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. അതുമാത്രമല്ല പറഞ്ഞത്, രാജ്യത്തെ ജവാന്മാർ മാത്രമല്ല രാജ്യത്തിന്റെ അതിർത്തിയും ഇപ്പോഴത്തെ സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതമല്ല എന്ന്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ മോദി വന്ന ശേഷം രാജ്യത്തിനുണ്ടായ സുരക്ഷ? അതിർത്തി കടന്നുള്ള തീവ്രവാദികൾ മോദി ഭരണത്തിന് കീഴിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം 2 പേർക്കാണ്. ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും. രാജ്യത്തെ സാമ്പത്തികമായി തകർത്തു. വിലക്കയറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലവാരത്തിൽ എത്തി നിൽക്കുന്നു. യുവാക്കൾക്ക് തൊഴിലില്ല. വിദ്യാസമ്പന്നർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ഒരു തൊഴിലും രാജ്യത്ത് ലഭ്യമല്ല. രാജ്യത്തെ യുവാക്കൾ ഒന്നിനും കഴിവില്ലാത്ത, ഒരു വെളിവുമില്ലാത്ത, ഒരു വിവേകവുമില്ലാത്ത മുസ്ലിം ആരാധനാലയങ്ങളുടെയും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെയും മുൻപിലും ഉള്ളിലും കയറി ഡാൻസ് കളിച്ചു നടക്കുന്നു. പക്ഷേ മോദി ഉറക്കത്തിലാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ചിന്താശേഷിയില്ലാത്ത, വിവേകമില്ലാത്ത ആളുകളാക്കി മാറ്റിയിരിക്കുന്നു. വിവേകമില്ലായ്മയും മതവിദ്വേഷവും അലങ്കാരമായി കാണുന്ന വലിയൊരു കൂട്ടം ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. മോദി അധികാരത്തിൽ എത്തിയാൽ ഒരു ഭീകരാക്രമണവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഇവരുടെ കീഴിൽ ഉണ്ടായ പത്താൻകോട്ട്, പുൽവാമ, റൈസി, പെഹൽഗാം എന്നീ വലിയ തീവ്രവാദ ആക്രമണങ്ങൾക്ക് കാരണക്കാരായ ഒരാളെ പോലും ഇതുവരെയും പിടിക്കാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ഭീകരാക്രമണങ്ങൾ നടത്തിയ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും ഇതുവരെ മോദിയുടെ കീഴിലുള്ള ഗവൺമെന്റിന് വധിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്? അങ്ങനെ ഒരു കഴിവും ഇല്ലാത്തതിനാലാണ് അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ യുവജനങ്ങളിൽ മതവിദ്വേഷവും വിവേകമില്ലായ്മയും കൊണ്ട് ഇവർ നിറയ്ക്കുന്നത്. അല്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഇവർക്കറിയാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയായ കാര്യമാണ് എന്ന് ഓർക്കണം. ലാൽ ബഹദൂർ ശാസ്ത്രി പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിച്ചു. ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ കീഴടക്കി 2 കഷ്ണങ്ങളാക്കി വെട്ടിക്കീറി. എന്നാൽ 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദി ഇംഗ്ലീഷ് ആണെന്നുള്ള രീതിയിൽ ഏതോ ഒരു വിചിത്രമായ ഭാഷയിൽ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത് പ്രത്യാക്രമണം നടത്തുന്നതിനു വേണ്ടി മഴമേഘങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മേഘ റഡാർ തിയറിയുമായി പെഹൽഗാമിൽ ഉണ്ടായ ഈ ആക്രമണം പുറമേ നിന്ന് കാണുന്നതിലും വളരെ സങ്കീർണം ആയതാണ് എന്നതാണ് വസ്തുത. കുറച്ച് ഭ്രാന്തിളകിയ തീവ്രവാദികൾ ഓടിക്കയറി വന്ന് വെടിവയ്ക്കുകയല്ല ഉണ്ടായത്. ഈ തീവ്രവാദ ആക്രമണം നടന്നിട്ട് 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും സുരക്ഷാ സേനയ്ക്ക് അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എത്രമാത്രം മുൻകൂട്ടിയാണ് ഇവർ ഇത് പ്ലാൻ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഓർക്കണം, ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ 250-300 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നാണ് ഇവർ ഈ ആക്രമണം നടത്തിയത്. അതിനുശേഷം 6 ദിവസമായിട്ടും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണോ, അതെയോ ഇത്രയും ദൂരം പുല്ലുപോലെ സഞ്ചരിച്ച് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോയോ? ഓർക്കണം, 2009 വളരെ ആസൂത്രണം ചെയ്ത് നടത്തിയ മുംബൈ തീവ്രവാദ ആക്രമണത്തിലെ എല്ലാ പ്രതികളെയും 3 ദിവസത്തിനുള്ളിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ കീഴടക്കിയതാണ് എന്നുള്ളത്. ഇത് ഒരു സൈക്കോളജിക്കൽ ആക്രമണമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ഇവർ ചെയ്തത്. എന്നാൽ ഇവരുടെ ഈ ക്രൂരകൃത്യങ്ങളുടെ കഥ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് സാക്ഷികളായ ആളുകളെ ഇവർ വെറുതെ വിട്ടു. അവരുടെ ലക്ഷ്യം രാജ്യത്തെ മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തം. ആ ലക്ഷ്യം അവർ നേടിയിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് അതിനുശേഷം ഇന്ത്യയിലെ സംഘികൾ നടത്തുന്ന അതേ കാര്യങ്ങൾ തന്നെ. അടുത്ത പ്രധാനമായ കാര്യം, ഇവർ ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സ്ഥലം, ഇത് അതിർത്തി പ്രദേശത്ത് അല്ല നടത്തിയത്, മറിച്ച് ഇന്ത്യയുടെ ഉള്ളിൽ അതിർത്തിയിൽ നിന്നും 250-300 കിലോമീറ്റർ അകലെയാണ്. അത് നിരപരാധികളായ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ആക്രമണം നടത്തിയത്. ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ മാസങ്ങൾ നീണ്ട പ്ലാനിങ് വേണ്ടിവരും. ഇവർ വളരെ മാസങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലേക്ക് മാരക ആയുധങ്ങളുമായി നുഴഞ്ഞു കയറിയതാണ് എന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ ഇത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് അതിർത്തി കടന്ന് എല്ലാ സെക്യൂരിറ്റിയും വെട്ടിച്ച് എത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനുശേഷം മാസങ്ങളോളം ഈ ചുറ്റുവട്ടങ്ങളിൽ തമ്പടിച്ച് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉറപ്പാക്കി ആരുടെയും കണ്ണിൽപ്പെടാതെ ആരും അറിയാതെ ഇത്തരം ഒരു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ചുമ്മാ വെർബൽ ഡയറിയ നടത്തുന്നതല്ല,
ഒരു രാജ്യം ഭരിക്കുന്നത് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ ഉൾപ്പെടെ ആരും സുരക്ഷിതർ അല്ല.